സീതേ, ഞാൻ ഇഷ്ടികളത്തിൽ കുറേ നേരം കാത്തു നിന്നു, കണ്ടില്ല. നീ ഇന്ന് പോയില്ലേ? ഇല്ല. എന്താ വയ്യേ നിനക്ക്? ഞാൻ നിന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് അകത്തേക്ക് കയറാൻ പറയണല്ലേ? എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ നിനക്ക്? എനിക്ക് ദേഷ്യമൊന്നുമില്ല മനോരേട്ടാ, വരൂ. കസേരയൊന്നുമില്ല. ആ, അയാള് വന്നു പോയല്ലേ? ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്കിതൊന്നും വേണ്ട മനോരേട്ടാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാ. ഇതുപോലൊരു പുടവയ്ക്ക് വേണ്ടി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സും ശരീരവും നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു കാലം. അന്നതൊന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായില്ലേ മനോഹരേട്ടാ, ആശകളൊക്കെ തീർന്നു. പോരുന്നു എൻ്റെ കൂടെ? വേണ്ട മനോഹരേട്ടാ, ഇനി അതൊന്നും വേണ്ട. ഞാനിങ്ങനെ ജീവിച്ചു തീർത്തോളാം. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം. എന്തായാലും ഒരിക്കലെങ്കിലും മനോഹരേട്ടനോട് ചോദിച്ചല്ലോ, അത് മതി. വയസ്സുകാലത്ത് മരണം കാത്തി കിടക്കുമ്പോൾ ഓർത്തു വയ്ക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ എനിക്കും വേണ്ടേ? അപ്പൊ ഞാനും വെട്ടി. ഒന്ന് പെട്ടെന്ന് കളിക്കടാ. കളിച്ചു. ജോസറിനെ എവിടേക്കാ? മേരി വരണ്ടാ? മേരിയേച്ചിയാ? മേരിയേച്ചി ഇപ്പൊ എന്താ ഈ രാത്രിയില് വന്നോട്രാ, നിനക്കെന്താ? ഞാൻ ജോസേട്ടന് ഭക്ഷണമായിട്ട് വന്നതാ. ജോസേട്ടാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ ശരി. ജോസേട്ടൻ ആകെ ക്ഷീണിച്ചു. റപ്പായേട്ടൻ്റെ ഗോഡൗണിൽ ചാക്കോൾ ഇറക്കിന് ശേഷം ആദ്യമായിട്ട് നിന്റെ കടയിൽ ഞാൻ വരണേ. അന്ന് നീ തന്ന വെള്ളയപ്പത്തിൻ്റെയും കോഴിക്കറിയുടെയും അതേ രുചി തന്നെ ആയിപ്പോഴും. ഒരു ഓണത്തിന് പുലിവേഷം കെട്ടുന്നത് കാണാൻ വന്നപ്പോഴാ ജോസേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പുലിവേഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു പുലിയായി, ശരിക്കും ഒരു പുള്ളിപ്പുലി. പിന്നെ എൻ്റെ പ്രേമവും മോഹമൊക്കെ പുള്ളിപ്പുലിയോടായി. അന്ന് ജോസേട്ടൻ ആദ്യമായിട്ട് കടയിൽ വന്നപ്പോൾ ഞാൻ വിളമ്പിയത് എൻ്റെ ആ പ്രേമവും മോഹമൊക്കെയാണ്. ഇന്നും അത് തന്നെയാണ് വിളമ്പിയത്. ജോസേട്ടൻ്റെ പേര് വെച്ച നോട്ടീസ് ഞാൻ കണ്ടു. നീ വരില്ലേ എൻ്റെ പുലിക്കളി കാണാൻ? ഘോഷയാത്ര കവലയിലെത്തുമ്പോൾ ഞാൻ ഉണ്ടാവും ജോസേട്ടൻ്റെ പുലിവേഷം കാണാനായിട്ട്. നീ മാത്രമല്ല, നമ്മളെ മിഖായിലും ഉണ്ടാവും.
ജോസേട്ടാ ഞാൻ എന്നാ പോട്ടെ. അല്ല മേരി, ആ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്താ ഇത്തവണ ഞാൻ പുലിവേഷം കിട്ടുന്ന തടയാത്തെ? എനിക്കെൻ്റെ ജോസേട്ടനെ തിരിച്ചു കിട്ടണം, അതിനു വേണ്ടിയാ. ഇവിടെ പിടിക്കടാ. ആ താഴത്തോട്ടിക്ക്. മനോഹരേട്ടൻ. എന്തായടാ കാര്യങ്ങള്? മനോഹരേട്ടാ, ആ എല്ലാം സെറ്റാ മനോഹരേട്ടാ. ആ പ്രചന്നവേഷവും കാവടിയും പിന്നെ ചെണ്ടയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുവിധം വീടുകളിലൊക്കെ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. പിരിവും നടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഡിസ്കോ കവലയില്ലേ ആ ഒരു വലിയ ബോർഡ് വെക്കണം. ആ അത് റെഡിയാക്കിക്കോ. പിന്നെ ജോസേട്ടനുള്ള കൂടിൻ്റെ പണി തയ്യാറായിട്ടുണ്ട്. ആഹാ, സംഭവം ഗംഭീരമായിട്ടുണ്ട്. അപ്പം മൊത്തത്തിലെല്ലാം ഉഷാറാണ്. പിന്നല്ലാതെ. ആ പിന്നെ പുലികളികളൊക്കെ ആശ ഞാൻ മുസ്തഫയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന്. ആ അതെ, ഇടക്കൊന്ന് ക്ലബിലേക്ക് ഇറങ്ങണ്ട. 2 ദിവസം മുന്നേ ജോസേട്ടൻ ചോദിച്ചിരുന്നു മനോഹരേട്ടൻ്റെ കാര്യം. ആണല്ലേ? ഇറങ്ങാടാ. അതെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായി പോയി. വീട്ടിൽ കുറച്ച് മരാമത്ത് പണികളൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല വേറെ കുറച്ച് അത്യാവശ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ. കല്യാണ പരിപാടി വല്ലതും ഉണ്ടോ? നോക്കണം. നോക്കണ്ടേ? പിന്നെ വേണ്ടേ. ജോസേട്ടൻ കുടിക്കാതിരുന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണല്ലോ? കുഴപ്പമൊന്നുമില്ല മനോഹരേട്ടാ. ആ പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കൂടി നിർത്തിൻ്റെ പ്രശ്നമുണ്ട് മൂപ്പർക്ക്. മര്യാദക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കലില്ല. അതാണ് അവസ്ഥ. ഒരു പരിവായിട്ടുണ്ട്. മനോഹരേട്ടൻ ഇടയ്ക്കൊന്ന് വായോ, പുള്ളിനൊന്ന് കണ്ടിട്ട് പോ. ഞാൻ വരാടാ. ഓ ശരി ശരി ശരി. ശരി, നമുക്കിനി ആ കവലയിൽ ഓടിച്ചാലോ? ആ ജോസേട്ടാ, ജോസേട്ടാ, ജോസേട്ടൻ. ആരാ? ഏയ്, ഇത് ഞാനാ, മനോഹരൻ. മനോഹരന് ജോസേട്ടാ. ആ എന്തിനാ മനോഹര രാത്രിയിൽ? ഏയ് ഒന്നുമില്ല. ഒന്നും ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. ജോസേട്ട ഒരു വീഡിയോ വരൂ. എന്തിനാ നീ അടിച്ചിട്ടേ? ആ ആ ശരിക്കും അടിച്ചിട്ടേ? ആ ആ ഞാൻ കുടിക്കാരിക ഇവിടെ കൊണ്ടാക്കിയിട്ട് നീയൊക്കെ അടി തുടങ്ങിയല്ലേ? ജോസേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തുകൊണ്ട്? ജോസേട്ടൻ അന്ന് പറഞ്ഞത് ശരിയാ. ഈ ക്ലബ്ബ് ഒരു ജയിൽ തന്നെയാ. ഞാൻ പറഞ്ഞോണ്ടല്ലേ ജോസേട്ടൻ ഇവിടെ വന്നിങ്ങനെ കിടക്കണേ? ഞാനൂടി കാരണമല്ല ജോസേട്ടാ ജോസേട്ടൻ കൂടി തുടങ്ങിയത്. ഏയ് അതൊന്നും അല്ലടാ. ഈ ഇരിപ്പ് എനിക്കും എൻ്റെ പുലിക്കളിക്കും വേണ്ടിയിട്ടാടാ. അതിനുവേണ്ടി മാത്രമാണ് ജോസേട്ടൻ ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ കുടി ഇടാ, ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളുള്ളതുകൊണ്ടല്ലേടാ നമ്മൾക്ക് എങ്ങനെ ജീവിക്കുന്നേ? ശരിയാ. ഒരു പാട്ടുകാരന് സ്വന്തമോ ഒരു പാട്ടുകാരനാവണമെന്നാ, അതുപോലെ ഒരു കൊട്ടുകാരന് സ്വന്തമോ കൊട്ടുകാരനാവണമെന്നും. എല്ലാ അപ്പന്മാർക്കും അവരുടെ മക്കൾ അവരെ പോലെ ആവണമെന്നല്ലടാ ആഗ്രഹം. ഈ പാവൻ ജോസിനും തൻ്റെ മോനൊരു പുലിക്കളിക്കാരനാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതെൻ്റെ പൊന്നുമോൻ്റെ ജീവൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതില്ലടാ മനോഹര. ജോസേട്ടാ, തീയോടൊരു കളി കളിക്ക് ജോസേട്ടാ. നാട്ടുകാർ കണ്ട് നിൽക്കട്ടെ.
കാരണമല്ലേ? ഞാനതൊക്കെ തന്നോണ്ടല്ലേ ജോസേട്ട അവനത് പറ്റിയത്. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കും ജോസേട്ട. എൻ്റെ മിക്കായിലെ പുലിക്കളി കണ്ടിട്ട് കർത്താവിന് അവനോട് കൊതി തോന്നി. അതായിരിക്കും അവനെ കൊണ്ടുപോയത്. അല്ലാണ്ട് അതെ കേട്ട നേരട്ടാ മനോരട്ട മുങ്ങി. ഇന്ന് പുലർച്ചയ്ക്കാ മുങ്ങിയത്. ഒറ്റക്കല്ല, കൂടാ സീതിയും കൂടി ഉണ്ട്. തീരുമാനമായി കെട്ടിപ്പിടിച്ച് കൂടെ നടന്നവരോടൊന്നേ അവൻ അവളെയും കൊണ്ട് മുങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. മിടുക്കൻ. എന്നാലും ഇതൊരു മറ്റോടത്തെ പരിപാടി ആയിട്ടാ. അവനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളിച്ച കളിയാ. ഘോഷയാത്രയുടെ ഇടയ്ക്കൂടെ ഒരു പുലിക്കളി കുത്തിയിറക്കി നാട്ടുകാരെ പൊട്ടന്മാരാക്കിയിട്ട് അവൻ മിടുക്കനായിപ്പോ. ഇയാളും കൂടി അറിയട്ടോ മുങ്ങിയത്. ഇയാളുടെ വലിയ ശിഷ്യനല്ലേ? പരിപാടിക്ക് തൊട്ട് മുമ്പ് തന്നെ മുങ്ങാനെന്താ കാരണം? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആളോട് പറയണെന്ന് വെച്ചാ ഈ മനോരേട്ടൻ കുറച്ചു ദിവസമായിട്ട് സീഡ് വീട്ടിൽ പോവാറുണ്ടായിരുന്നു. ഇതവളുടെ കെട്ടിയവൻ അറിഞ്ഞപ്പോ അവളെ തല്ലി ഒരു പരുവാക്കി. ഇതറിഞ്ഞ മനോരേട്ടൻ കൊല്ലത്ത് പോയി അയാളെ തല്ലി കൊല്ലാറാക്കിയത്ര. സംഭവം ഇപ്പോ പോലീസ് കേസായി. അപ്പൊ എന്തായേ, രണ്ടുപേരും മുങ്ങി. ഈ ഘോഷയാത്രയും വേണ്ട, പുലിക്കളി വേണ്ട, എല്ലാം അങ്ങോട്ട് നിർത്താം. അതൊന്നും പറ്റില്ല. നമുക്കേ ഘോഷയാത്ര നടത്തണം. മനോഹരൻ കാശിറക്കണ പുലിക്കളി നടത്തണം. ജോസ് വീട്ടു പോകട്ടെ. അതെന്ത് ന്യായമില്ലാത്ത വർത്താനായി പറയണ? നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ടല്ലേ ജോസ് ഇതിൽ ഇറങ്ങിയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ട് ഇയാൾ തേറ്റി നിർത്തി കുടി നിർത്തി. എന്നിട്ട് അവസാനം എല്ലാം വേണ്ടാക്കുമ്പോ ഇയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനൊന്നും ഒരു വിലയില്ലേ. എന്നാ പിന്നെ എന്താ വേണ്ടെന്ന് ഇയാള് പറയട്ടെ. അവൻ പറയട്ടെ. ജോസേ, പുലി ഇറങ്ങും. നാളെ ഘോഷയാത്രയ്ക്ക് പുലിക്കളി ഉണ്ടാവും. ജോസ് പുലി കെട്ടുകയും ചെയ്യും. അവിടെ കെട്ടാ ഇത് ഇവിടെ കെട്ടിയാ മതിയില്ലേ? ജോസിന് കൂടിന്റെ കാര്യം അറിയാത്തത് നന്നായി. കൂട് സ്ട്രോങ് ആണല്ലോ അല്ലേ? പിന്നല്ല, ആ കൂട് പൊളിക്കണമെങ്കിലേ പുലി ജോസ് അല്ല, ഒറിജിനൽ പുലിയുടെ അപ്പാപ്പൻ വന്ന് ഗുസ്തി പിടിക്കണം. ഇങ്ങനെ ചോക്കെ എല്ലാം സെറ്റല്ലേ? എല്ലാം റെഡിയാണ്. തുടങ്ങാൻ വേണ്ടു. നായരെ, നിങ്ങൾ പ്രചനവശത്തിലുണ്ടാ? ഇപ്പോഴത്തെ ഫാഷനല്ലേ? എങ്ങനെയുണ്ട് ഇത് ഫാഷൻ. ഇനി ഘോഷയാത്രയ്ക്ക് ആരും കണ്ണു വെച്ചേ. ഓരോന്ന് കാട്ടി. അരവിന്ദ, കൊട കാണാല്ലാട്ടാ. എന്ത് കൊട? ഓലക്കൊടേ. ഓലക്കുട ഇപ്പൊ എന്തുട്ടിനാണ്? മാവേലിക്ക് പിന്നെ ഓലക്കൊട വേണ്ടേ? എന്റെ പറയതേട്ടാ, ഓലക്കുട കിട്ടിയില്ലെങ്കിൽ ഒരു കറുത്ത കുട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഓണത്തിന് മാവേലിക്ക് കറുത്ത കൊട അല്ലേ? അത് പറ്റില്ല. പറ്റും. കോടയുണ്ടെങ്കിൽ വെയിലൂടാണ്ടിരിക്കാലോ. ആ പെയിന്റിന്റെ അതിലുണ്ട്. പിള്ളേര് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് എടുത്തോണ്ടായിട്ടുണ്ടാവും. അതാണ് കാവടിക്ക് ഇവിടെ കിടന്ന് തപ്പിയിട്ട് വല്ല കാര്യണ്ടാ? പുറത്തു പോയി നോക്ക്. എല്ലാം ഇങ്ങോട്ടാണല്ലേ വരണത്. അതിലൊരു 150 നോട്ട് ചെയ്തു. ജോസേട്ടാ, ചെക്കൻ്റെ ഇക്കിളി മാറിയിട്ടില്ലല്ലോ. ഒന്ന് പുറത്തിറങ്ങി വെയിൽ കൊണ്ടാ മതി. ഇക്കിളിയൊക്കെ നിലവിളി ആയിക്കോളൂ. ചേട്ടാ, ഒന്ന് മൂത്രം ഒഴിക്കണം. എന്താ അത് കേട്ട് പേടിച്ചേട്ടാ? വേഗം വന്നോളൂ. ഓണത്തിന് മനോഹരനെ 4 ഫുള്ളാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഹാഫും ഇല്ല, ഫുള്ളും ഇല്ല, കോപ്പ് അവനും ഇല്ല. അവനിപ്പോ എവിടേക്ക് മുങ്ങിണ്ടാവുക? ദുബായിക്കാവോ? ആർക്കറിയാ, ചിലപ്പോ ആവും. എനിക്ക് ഒരു വിസ സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോഴേ അവര് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അവളെ കൊണ്ടുപോകുന്ന വിസ പിന്നെ എവിടെ നിന്ന് കിട്ടിയേ? അവൻ ഫുള്ള് പ്ലാൻ ചെയ്തിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മളൊക്കെ മറ്റന്മാരായില്ലേ? ഇങ്ങനെ കുടിക്കല്ലേ ഏട്ടാ. വീണ്ടും വന്നാ ഇവനിത് എന്ത് കൂടിയാ കുടിക്കണേ? കൂമ്പുവാടിപ്പോ. ഡാ, നീയല്ലേ നേരത്തെ വന്ന് അടിച്ച് വാരി വലിച്ചടിച്ചിട്ട് വാള് വെക്കണ്ടാ. സോഡോടാ എനക്ക്? ഏയ് വേണ്ട. വലിയ വലിക്കണ വെള്ളയുടെ കാര്യത്തിലേ ഞാൻ പുലി ജോസിന്റെ ആശാൻ. ഡാ, ഇനി ജോസേട്ടൻ അങ്ങനെ മണം പിടിച്ചിട്ട് വരുമോ? മൂപ്പര് കുറച്ച് ദിവസമായിട്ട് വെള്ളടിക്കാണ്ട് പ്രാന്തായിട്ട് നടക്കണേട്ടാ. അയാള് പോലീസ് നായല്ലേ മണം പിടിച്ചു വരാൻ.
ഈ പെയിന്റിന്റെ മണത്തിനിടയ്ക്ക് ഇതിന്റെ മണം എങ്ങനെ മനസ്സിലാവാനാ? പിന്നെ ജോസല്ലേ ഇനി അതോട് തീർക്കല്ലേ ഞാൻ വീണ്ടും വരൂട്ടാ. ഇനി വരണ്ട, വിട്ടോ, പരിപാടി തുടങ്ങാറായി. ഇവിടെ ആരോ സ്മോൾ അടിച്ചിട്ടുണ്ട്. ചാരായല്ല, ചോപ്പന, വിദേശി. ഏയ് ജോസേട്ടന് ഒരു തോന്നിയതാവും. ചേട്ടനടിച്ചോ? ആ വെറുതെ അല്ല, ദേ ടർപ്പന്റെ ഉപ്പിലിരിക്കണേ, ചിലപ്പോ അതിന്റെ മണമാവും. മോനെ, ജോസേട്ടെ കയ്യിലൂത്ത് തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ടർപ്പന്റെ ഏതാ സ്മോൾ ഏതാന്ന് ജോസേട്ടനെ പഠിപ്പിക്കണ്ട കേട്ടാ. ചേട്ടൻ ആ ടർപ്പന്റെ കുപ്പി മാറ്റി വെച്ചോ, ജോസേട്ടനെ ഇപ്പോഴത്തെ അടിക്കൂട്ടാ. അമ്മോ പുലികളുണ്ടല്ലോ. നീ കൊറേ കാലങ്ങൾക്ക് ശേഷം വേഷം കെട്ടാന്ന് പറഞ്ഞപ്പോ കൊതിയായിട്ട് കാണാമെന്നാടാ. എന്താ അളിയനാടാ ജോസ്, സാക്ഷാൽ പുലി ജോസ്. ശരിക്കും കണ്ടോ, ഒരു പ്രസ്ഥാനാ. സെറ്റാ രണ്ടെണ്ണം അടിച്ചാലാ? വേണ്ട ഫസ്റ്റ് നീ പോ. വേണ്ട, നീ അടി തുടങ്ങി പറഞ്ഞപ്പോ നിന്റെ പഠിക്കാൻ മോഹമായിട്ട് വന്നതാടാ. അളിയനും കൂടിയിരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ അടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ അല്ലേ? അല്ലടാ, എന്നാ ഞാൻ പോട്ടെ അളിയാ. നിനക്കിപ്പോ പണ്ടത്തെ കലിപ്പൊന്നും മാറിയില്ല അല്ലേ? ഞാനതൊക്കെ എന്നെ വിട്ടു. ഇപ്പൊ പോട്ടറാ ജോസേ. പെങ്ങളുടെ അടുത്ത് അന്വേഷിച്ചു പറഞ്ഞോട്ടാ. എന്റെ പോണങ്ങ പുലികൾ മാത്രല്ല. മുസ്തഫേ, ഇതാരത്? അതോ, അത് ബാസ്റ്റിൻ. ബാസ്റ്റിന് ഈ ജോസിന്റെ ഭാര്യയില്ലേ മേരി, അവരുടെ ആങ്ങളെ. ഒരു കാലത്ത് തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ഗുണ്ടായിരുന്നവൻ ഇവനാ. മേരി ജോസുമായിട്ട് ലവാന്ന് അറിഞ്ഞപ്പോ ഇവൻ ജോസുമായിട്ടൊന്ന് മുട്ടാൻ പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അതീ പിന്നെ വരണവരും പോണവരൊക്കെ ഈ ബാസ്റ്റിനെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങി. ഇപ്പൊ ചെണ്ട ബാസ്റ്റിൻ എന്ന് പറഞ്ഞ തൃശ്ശൂര് പെട്ടെന്നറിയും. അപ്പൊ ജോസ് പുലിവേഷം കെട്ടണത് തൃശ്ശൂർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. വരട്ടെ, എല്ലാവരും വരട്ടെ.